ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ ആർക്കിഡോക്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം കറണ്ട് സിറ്റുവേഷൻ ദുബായിലുള്ള എല്ലാവർക്കും അറിയാലോ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ, അമേരിക്ക, ഇസ്രായേലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗെയ്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മളെ വണ്ടി തട്ടോ, ഈ വണ്ടിനെ കുറിച്ചിട്ട് അതിന് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എന്താ പറയുക, വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിങ്ങനെ കേസ് ഇപ്പോൾ പുറത്ത് നല്ല വെയിലല്ല, അപ്പോൾ എ സി ഒക്കെ ഇടും. അപ്പോൾ ഇതിനൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പടക്കുതിരയെ നിങ്ങൾക്ക് മുന്നിൽ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ വരും. അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണം. സോ ഗൈസ്, UAE ഇതാ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ ഇന്ന് 4-ാം തീയതി 3-ാം മാസം 2026. നമുക്ക് ഇത് രാത്രി ആകുമ്പോൾ കാണാം മിസൈലൊക്കെ മേലെ കൂടി പോട്. പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. UAE ഇപ്പോൾ യുദ്ധം നടക്കുകയാണല്ലോ. യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എത്രത്തോളം ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഗൈസ്, ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ സമയം 11 മണിയായി രാവിലെ. കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ റൂമിൻ്റെ സൈഡാണ്, അൽ വുഹൈദ സ്ട്രീറ്റ്, ദേര. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേങ്കിൽ നമുക്ക് എന്താ പറയുക, രാത്രി ഒരു 8 മണി 7 മണിയാകുമ്പോൾ ജെറ്റ് വിമാനങ്ങൾ പോകും. അതുപോലെ തന്നെ ഈ ഇന്നലെ അൽസീഫിൽ ദുബായിൽ ഇതേപോലെ ഡ്രോണ് വീണിട്ടുണ്ട് നമ്മുടെ. പക്ഷേ ആളപായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ന്യൂസിൽ കാണുന്ന ഒരുപാട് പൊലിപ്പിക്കലോ കാര്യങ്ങളോ ഒന്നും UAE ബാക്ക് ടു നോർമൽ, എല്ലാവരും വർക്കിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. സോ അതുമാത്രമല്ല, നെഗറ്റീവ് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്തവർക്ക് കിട്ടിയില്ല ഫൈനും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇനി കാര്യത്തിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടി കണ്ടില്ലേ, ഇതിപ്പോൾ എന്താ സൗണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഒരു സൗണ്ട് നല്ലോണം വരുന്നുണ്ട്. അറിയാവുന്നവരെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ഞാൻ ഫോണിൻ്റെ പരിപാടിയാണ്, എന്നെ ഫോളോ ചെയ്ത് പണ്ട് മുതലേ കൂടെ കൂടിയവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഐഫോണിൻ്റെ പരിപാടി മാത്രമല്ല, മൊത്തം ഇപ്പോൾ പെട്രോൾ ആയാലും ഗോൾഡ് ആയാലും എല്ലാം അവശ്യ സാധനങ്ങൾക്കും റേറ്റ് കൂടുന്നുള്ളതാണ്. ഇത് നോർമൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ടോട്ടലി എഫക്റ്റ് ചെയ്യും. അത് എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിൻ്റെ ഒരു പ്രത്യേകത, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഭരണാധികാരികൾ നമ്മളെ സേഫാക്കും എന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോർമൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം ഇതാക്കുമ്പോൾ ഈ GCC കൺട്രികൾ അത് എഫക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സംഭവങ്ങൾ ഡിഫെൻഡ് ചെയ്യാനാണ് UAE ഗവൺമെൻറ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ അവർ അതിൻ്റെ ആ ഒരു പണി വൃത്തിക്ക് എടുക്കുന്നുണ്ട്. സോ ഗൈസ്, പക്ഷേ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മളെ ബിസിനസ്സിന് ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഫോണിൻ്റെ കേസ് പറയാം. സ്റ്റോക്കൊക്കെ വരുന്നതും സ്റ്റോക്ക് എടുക്കുന്നതും അതേപോലെ തന്നെ ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം വേണം. അപ്പോൾ വിമാന സർവീസ് റദ്ദാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റുകൾ കിട്ടാൻ ഭയങ്കര പ്രയാസമാവും എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ്. അത് കണ്ടിന്യൂ ആയി പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്താവും, സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 30 Pro ആണെങ്കിൽ ഒരു 1400 കൊടുക്കുന്ന സാധനമാണെങ്കിൽ അത് കൊടുക്കൽ 1500 അപ്പോൾ അങ്ങനെ വരും. ഇപ്പോൾ ഉള്ളിക്കൊക്കെ വില കൂടിയ പോലെ തന്നെ അങ്ങനെ നമ്മുടെ ഐഫോണിൻ്റെ കാര്യത്തിലും വില കൂടി വരും. അപ്പോൾ ഇത് നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇപ്പം എന്ത് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിലും അതിന് ഇനിയൊരു സമയം കണ്ടെത്തണ്ട. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങുക. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഷോപ്പിലിപ്പം ഓൺലൈൻ സെയിൽ നല്ലോണം നടക്കുന്നുണ്ട്. നിങ്ങളെ ഈ ഒരു സപ്പോർട്ടിങ് മാത്രമാണ് നമ്മളെ മുന്നിൽ നിർത്തുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെയിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ ഉറപ്പായി എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ യുദ്ധം വന്ന് ഇറാനും അമേരിക്കയിലും യുദ്ധം സംഭവിച്ച് നമുക്കൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ സിമ്പിളായിട്ട് ചിന്തിക്കുന്നവർക്ക്, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് മനസ്സിലാവും. നമുക്കൊരു സെയിൽ കുറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ ഇത് വരില്ല, പൈസ വരാതിരുന്നു കഴിഞ്ഞാൽ ടോട്ടലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. അത് മാത്രമല്ല അബുദാബിയിലൊക്കെ എനിക്ക് ഷോപ്പിൽ വന്നെടുക്കുന്നുണ്ട്. നമ്മളെ ബർദുബായ് ഷോപ്പ് ഇപ്പോൾ റിനോവേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ മുന്നേ വീഡിയോ ഇൻസ്റ്റയിൽ ടിക്ടോക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇനിയിപ്പോൾ സാധനങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞാൽ അതിന് കസ്റ്റമറോട് നമുക്ക് വില കൂടി എന്ന് പറഞ്ഞ് കൊടുക്കാനും പറ്റില്ല. കാരണം അവർ ഓൾറെഡി പഴയ പ്രൈസിന് വീഡിയോ കണ്ടിട്ടൊക്കെ വന്ന് എടുക്കുന്നവരാവും. ഇപ്പം നിലവിലുള്ള കറണ്ട് സിറ്റുവേഷനിലുള്ള ഞങ്ങളെ കയ്യിലുള്ള പ്രൊഡക്റ്റ് നോർമൽ പ്രൈസാണ്. ഇപ്പോൾ നിലവിലുള്ള നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് യുദ്ധത്തിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് കണ്ടല്ലോ. ഇപ്പോൾ 13 Pro ഒക്കെ ഇത് നോക്കിക്കോ, നീറ്റ് ആൻഡ് ക്ലീൻ പീസ്. അതേപോലെ 15 Pro ഇത് കണ്ടല്ലോ, ഇതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ്. ഇതാ സ്റ്റോക്ക്, ഇത് സ്റ്റോക്ക് ഞാൻ ചെയ്ത് വെച്ചാൽ ഇതേപോലെ തന്നെ എൻ്റെ കാറിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവും. അതേപോലെ സ്വൈപ്പിംഗ് മെഷീനൊക്കെ ഉണ്ടാവും. ഞാൻ ഡെലിവറിക്കും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എന്താ പറയുക, നമുക്ക് കാർഡുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാകും. കാർഡ് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വൈപ്പിംഗ് മെഷീനൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ഓൺലൈൻ ഡെലിവറി കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം നടത്തുകയല്ല, അങ്ങനെയുള്ള ഇതും വേണ്ടായിരുന്നു. നിങ്ങൾ ഇത് കച്ചവടം നടന്നു കഴിഞ്ഞാൽ തന്നെയാണ് നമ്മളെ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. അത് വേറൊരു വിഷയം. അപ്പോൾ യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ദുആ ചെയ്യണത്. അതേപോലെ തന്നെ അത് പടച്ചോന് ഇപ്പോൾ ഈ നല്ലൊരു മാസത്തിൽ റമദാൻ മാസത്തിൽ അറിയാലോ. അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മളെ ടോട്ടലി ബിസിനസ്സിനെ നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഉണ്ടാവണേ, ഇപ്പോൾ ഞാൻ ഒരുപാട് ന്യൂസുകളിൽ തന്നെ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ തമാശ രീതിയിലാണെങ്കിൽ കൂടി നമ്മൾ അടിച്ചമർത്തുന്ന രീതിയിൽ കമൻസ് ഞാൻ കാണാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സെന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് സംഭവിക്കുമ്പോൾ ഒന്നും വേണ്ട, നമ്മളെ ഫലസ്തീനിൽ കുട്ടികൾ ഈ യുദ്ധം ഈ കണ്ണുകൊണ്ട് കണ്ടിട്ട് അവർ രാവിലെ എണീക്കുന്ന സമയത്ത് ചിലപ്പം യുദ്ധത്തിൻ്റെ ആ ഒരു ഇതാവും കാണുന്നുണ്ടാവുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മളെ മുകളിലൂടെ മിസൈൽ കാര്യങ്ങൾ ജെറ്റ് വിമാനങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പേടിയായി. അപ്പോൾ സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും പേടി ഉണ്ടാവും. നോർമലി അങ്ങനെ തന്നെയാണ്. എനിക്കൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ ഞാൻ മരിക്കില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യേണ്ട. നമ്മളെല്ലാവരും ഒരിക്കൽ മരണപ്പെടും. പക്ഷേങ്കിൽ അഹങ്കരിക്കാതിരിക്കുക. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പം ഇന്ന് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും റേറ്റിൽ മാറ്റങ്ങളുണ്ടാവും. എനിക്ക് മാർക്കറ്റ് വിപണിയെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. പക്ഷേങ്കിൽ എനിക്ക് അറിയണത് എൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സിന് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ നോർമലി എനിക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് അത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാക്കാൻ അറിയില്ല. സോ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഉണ്ടെന്ന് അറിയിച്ചതാണ്, നിങ്ങൾക്ക് വിളിക്കാം. അതുമാത്രമല്ല, അപ്പം ഞാൻ നേരെ ഇനി ബർദുബായ് നമ്മളെ ഷോപ്പിൽ പോകും. ഷോപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുക. നിങ്ങളെ ഈ സപ്പോർട്ടിങ്ങും പ്രാർത്ഥനയും മാത്രം മതി. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ നമ്മളെ ഷോപ്പ് തിരൂരുണ്ട്, കാലിക്കറ്റ് ഉണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവിടെയും വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടുന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. നാട്ടിലേക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ നാട്ടിലും ഇതേപോലെ തന്നെ സ്റ്റോക്കുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് കേസ്. വാണിംഗ് ലൈറ്റൊക്കെ കത്തിയിരിക്കുന്നത്, എന്താ സംഭവം എന്നറിയില്ല. ഞാനാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയത് ഒരു കുഴപ്പം പറഞ്ഞിട്ടില്ല. പിന്നെ എന്താവും കുഴപ്പം? അപ്പോൾ മക്കളെ, ഞാൻ ബർദുബായിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബർദുബായിത്തെ സിറ്റുവേഷന് നിങ്ങളിത് നമ്മളെ ഷോപ്പിൻ്റെ അവിടെ ഉള്ളതാണ്. ഒന്ന് അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുത്തൊക്കെ. സാധാ ബാക്ക് ടു നോർമൽ, എല്ലാവരും അവരാരെ പണിയെടുക്കുന്നത് ഇതാവണം. ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ പണികൾ നമ്മൾ വൃത്തിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, സാധനത്തിന് റേറ്റ് കൂടുകയാണ്. അത് ഇനിയിപ്പോൾ അങ്ങോട്ട് സ്റ്റോക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് എന്തായാലും സാധനത്തിന് റേറ്റ് കൂടും. അപ്പോൾ നമ്മളെ ബർദുബായിൽ നമ്മളെ ഷോപ്പ് ഇപ്പോൾ 10-11 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സെയിൽ നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ഇപ്പോഴത്തെ വർക്കിൻ്റെ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നേരെ ഷോപ്പിൻ്റെ എടുക്കുക. അപ്പോൾ മക്കളെ, ഇതാ നമ്മളെ പഴയ സ്ഥലത്ത് തന്നെയാണ്. ലൊക്കേഷന് നമ്മളൊരു മാറ്റങ്ങളും ഇല്ല. ഷോപ്പിൻ്റെ റിനോവേഷൻ വർക്ക് നടക്കുക എന്നല്ലാതെ വേറൊരു മാറ്റങ്ങളൊന്നുമില്ല. ലൊക്കേഷൻ അപ്പോൾ അൽമുംതാസ് ബിൽഡിങ്. നമ്മൾ ഈ ഒരു ബോർഡൊക്കെ നമ്മൾ മാറ്റും കേട്ടോ. പഴയ ബോർഡാണ്, നമ്മൾ എന്തായാലും മാറ്റും. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ്. ഡിസൈന് വേറും വെറൈറ്റി ആവും. അപ്പോൾ ഉള്ളിലേക്ക് വാ. അപ്പോൾ ഷോപ്പ് നമ്മളെ ഈ ബർദുബായ് സ്ട്രീറ്റ് അൽറഫ പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ട്. ഞാൻ മുമ്പ് ലൊക്കേഷൻ കാണിച്ചത് പോലെ തന്നെ വാ. അപ്പോൾ നമ്മൾ ആ ഒരു പഴയ
ഷോപ്പിൽ നിന്നും ഇപ്പോൾ ഇതാ നമ്മൾ 2026 നമ്മൾ അപ്ഡേഷൻ ചെയ്യേണ്ട ഇത് മൊത്തം പൊളിച്ച് ഇങ്ങോട്ടൊക്കെ പണിക്കാർ ഇപ്പോഴുണ്ട്, സ്റ്റിൽ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ടൈലിൻ്റെ പണിയാണ് നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2-3-4 ദിവസത്തിനുള്ളിൽ അഫ്കോഴ്സ് നമ്മളെ ഷോപ്പ് നിങ്ങളെ മുന്നിൽ ഓപ്പൺ ആവും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ വന്നത്. തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക, ഷോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് നിങ്ങൾക്ക് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും തരും. ഇനിയിപ്പോൾ പെരുന്നാളാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു മൂഡിൽ ഇപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ പെരുന്നാളിന് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേങ്കിൽ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് കണ്ടിന്യൂ ആയിട്ട് തന്നെ സ്പീഡായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫോൺ ഞാൻ വരെ കാണിച്ചു തന്നില്ല, എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഇങ്ങനെ വണ്ടിയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഓർഡർ ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന റേറ്റിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, കാരണം സ്റ്റോക്ക് ഇപ്പോൾ വരുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥന സപ്പോർട്ടിങ് കൊണ്ടാണ് ഇപ്പോൾ ഈ 2026 നമ്മളൊരു അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 വർഷമായി നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് ദുബായിൽ. അപ്പോൾ ഇപ്പോൾ റിനോവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. സോ ഗൈസ്, അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്താക്കുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ സ്റ്റോക്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് എടുക്കാം.